തേച്ച് വെച്ചതാണല്ലോ. ഇതാരുടെ കോണാണ്? എന്റെ ഷഡ്ഡി ഇവിടെ പോയി. ലില്ലിപ്പൂക്കളുള്ള വെള്ള ഫോറിൻ ഷഡ്ഡിയാ. എമിറേറ്റ്സ് മാളിൽ നിന്ന് മേടിച്ചതാ. ഈശ്വര, ഷഡ്ഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ്. ഇതിന്റെ പാർട്ടി ഇടും. ഇതിലൂടെ ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ അല്ല. എന്ത് ചേട്ടാ? ഒന്നുമില്ല. ഒരു മിനിറ്റ്. ഞാനിങ്ങോട്ട് വരാൻ റെഡിയാവുമായിരുന്നു. ആണോ? സോളമൻ സാർ എന്തേ? ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഞാനിപ്പോ ഒറ്റയ്ക്കാ. അത് നന്നായി. ഈ ബാത്റൂമൊക്കെ ഇവിടെ എവിടെയാ? ബെഡ്റൂമിലാണ് ബാത്റൂം. ബെഡ്റൂം അതിനെന്താ, അതോട്ട് വരൂ, വാ. അങ്ങോട്ടേക്കാ. ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലേ? ഇന്നലെ നിന്റെ അപ്പന് സീരിയസ് ആന്ന് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല. ഇന്ന് നിന്റെ അപ്പനോട് കൊന്നു. ആരെയത്? അതെ, അയ്യോ എനിക്കറിയില്ല. ചിലപ്പോൾ കളമായിരിക്കും. ചക്കരെ കല്യാണത്തിനോണ്ടല്ലേ ഇത്ര പൊന്നല്ലേ കരയല്ലേടാ നീ ഇവിടെ പൊന്നല്ലേടാ കല്യാണത്തിനോടെ വേഗാവട്ടെ അപ്പിട്ടെ. ചേട്ടാ എവിടുത്താണ് തോന്നണത്? കണ്ടുപോരുത് ഇവിടെ വിടോ. പറമ്പിൽ നീട്ടിയാണ്. വരുന്നവരെ പോരും. ഞാനത് കഴിച്ചിട്ട് അങ്ങനെ തോന്നേ. ഇപ്പൊ തന്നെ ഇതിങ്ങോട്ട് മാറ്റിയിടാം. ഇപ്പൊ ശരിയായില്ലേ? കഴിയാറായില്ലേ? അവിടെ വിളിക്കുന്നു. പിന്നെ ഫോട്ടോസ് എടുക്കുമ്പോ സാരി ഒന്നുകൂടെ ഒന്ന് കുത്തി. ഹലോ കിരൺ, അതെന്റെ സാരി ഒന്ന് താഴോട്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ ശരി.
ചേച്ചി ഒന്ന് മാറിക്കേ. അതെ, പുരുഷനങ്കളുടെ വൈഫല്ലേ? അങ്കിളിനെ അറിയോ? ആ പിന്നെ, അങ്കിള് നല്ല സ്മാർട്ട് അല്ലേ? അങ്കിൾ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ വന്നിരുന്നല്ലോ, ആന്റി കണ്ടില്ലേ? ഇല്ല. കാണിക്കാലോ ഞാന്. ദാ നോക്കിക്കേ. ഇനി നമ്മൾ കലവറിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി, എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമ്മായത്. കൈക്കെന്നെ പറ്റിയേട്ടാ? ഓ, കല്യാണമൊക്കെ അല്ലടാ, ഒരു രസത്തിന് കല്ലിനടിച്ച് ചതച്ചതാ. ഓക്കെയാണ്, കുഴപ്പമില്ല. വേണ്ടപ്പോ പറഞ്ഞ മതി. എപ്പോഴും സാധനം റെഡിയാണ് കേട്ടോ. ഞാനും റെഡിയാ മോനെ. കുറച്ചുകൂടെ കറക്റ്റാണ് കറക്റ്റാണ്. മതി. ചേട്ടാ, ഓ, ഇത് അവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, വേഗം വന്നേ. ആണോ? എന്റെ പൊന്നോ, അങ്ങനെ മാറി ചേട്ടാ. ചേർന്ന് വീഡിയോ മോനെ, പെട്ടെന്ന് ഇറക്കണടാ, അവിടെ ചെന്നിട്ട് കുറച്ച് ജോലിയുള്ള. ജോലി കണ്ടുപിടിക്കുന്നു. അടുത്ത ഫാമിലി ഓട്ടെ മോനെ. ചേച്ചി ഒന്ന് മാറിക്കേ. കുറെ നേരം വേഷം ഇയാളെന്ത് സ്റ്റെല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സ് എവിടെ പഠിച്ചേ? അറിഞ്ഞിട്ട് എന്തിനാ? എനിക്കൊന്നും അറിയില്ല. ഷൈമോനെ കേറി നിക്ക്. ചേട്ടാ വാ, എല്ലാരും റെഡിയായി. നീ ഒന്ന് ചുമ്മാരി. ഇന്നലെ ഉണ്ടാക്കിയ പുകില് നീ കണ്ടില്ലല്ലോ. എന്തേലും കാണിക്കട്ടെ. ഇങ്ങനെയുണ്ട് ഒരു രാജ്യസ്നേഹം അല്ലേ? വാട്ടാ മോനെ, വാടാ. ചേട്ടാ വാ, ഇവിടെ നിൽക്കേ. അതെ, വേറെ ആരെങ്കിലും വിളിച്ച് നിർത്തിയാൽ മതി. കുറെ ഉണ്ടല്ലോ. എന്ത് ചേട്ടാ? എടി, അമ്മാരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നല്ലേ? ആ പോന്നല്ലോ. ചേട്ടൻ പോയില്ലേ? എന്നിട്ട് ചെറുക്കനും പാർട്ടി എത്തി. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സ്വീകരിക്കാനെന്ന് പറഞ്ഞു. എടാ സലി, എല്ലാം റെഡിയല്ലേ? ഇപ്പൊ ഇറങ്ങും. ഇപ്പൊ ഇറങ്ങുന്നോണ്ട് ചെറുക്കനെ ഇറങ്ങാത്ത ഈവനിങ് സ്വീകരണം പോലെ ഞാൻ എമ്പാരും കൂടെ വേണം. ഇവനൊക്കെ എവിടുത്തെ ദുബായിക്കാരൻ. എടാ പയ്യനോട് ഇറങ്ങാൻ പറ. ബൈക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? എടാ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. ചേട്ടാ റെഡിയാ, ഇറങ്ങിക്കോ. ചേട്ടാ ഗ്ലാസ് ഒന്നോട്ടാവോ? ചേട്ടാ ഗ്ലാസ് ഒന്നാ ചേട്ടാ. എന്തിനാ ഇറങ്ങാത്തെ? ചേട്ടൻ തന്നെയെന്ന് പറഞ്ഞാൽ മതി. അവനാണ് ഒടുക്കത്തെ ചാട. ആ ചില്ല് പോലും തുറന്നില്ല. എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു. ഇവനൊക്കെ എന്ത് ഇറങ്ങിയാലും മാങ്ങാത്തൊലി. ഇത് കറക്കം നോക്കോളാം. എന്റെ വട്ടം വന്ന് ചാടിയേക്കരുത്, മനസ്സിലായല്ലോ? ശാന്തി, ഇതിന് മുഹൂർത്തമൊക്കെ ഉണ്ടോ? അല്ല, അറിയാൻ പയ്യനോട് ഇറങ്ങാൻ പറ. മുഹൂർത്തമാറായി. ശാന്തി ചീത്ത വിളിക്കും. സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ. ഇവിടെ എല്ലാം റെഡിയാ. ആൾക്കാർ
എന്താണ് മോനെ വേഗം ഇറങ്ങും സമയമായി. എന്റെ അച്ഛ ഞാൻ വീട്ടിൽ വെച്ച പറഞ്ഞാണ് ധൃതി വെക്കരുതെന്ന്. അല്ല അവര് അച്ഛ കല്യാണം ഒറ്റ പ്രാവശ്യം അതെയല്ലേ. നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ ചങ്ങനായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട. അറിയോ സനിച്ചേട്ടൻ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത്. പുള്ളി കല്യാണം വരാൻ സമ്മതിച്ചാൽ നമ്മുടെ ഭാഗ്യം. പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അച്ഛൻ വയ്ക്കും. എന്നാ ശരി മോനെ. ആ സെൽഫി എടു. മോളൊന്ന് മാറിക്കേ ഒന്ന്. അതെ ഒരു ഫോട്ടോഗ്രാഫർ വരാനുണ്ട്. ഇപ്പൊ ഒരു സന്തോഷവനായിരിക്കും. ചേട്ടനെ മറ്റേ പുള്ളി തല്ലിയല്ലേ? പക്ഷെ കുഞ്ഞപ്പനും അറിയത്തില്ല എന്നാത്തിനാണ്. എന്തായാലും കിട്ടി വരണം അന്തസ്സായിട്ട്. പിന്നെയും പുള്ളി ചേട്ടനെ നോക്കി നടക്കുന്നുണ്ട്. ചേട്ടനെ ഈ സാധനം അടിച്ചുകൊണ്ട് ഇതിന്റെ അകത്തിരുന്നോ? ആ വിളിച്ചിട്ട് അത് ഓർക്കണ്ട. ഇനി നീ വിളിച്ച തുറക്കില്ല പിന്നെ. ചേട്ടാ എത്ര നേരമായിട്ടോ ഒന്ന് ഇറങ്ങാൻ പറയാം. എന്ത് പരിപാടിയാണിത്? അല്ല ഇവിടെ 2 ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ. ഒന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒന്ന് ഞങ്ങളുടെ. അയ്യേ അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല, വലിയ ഫോട്ടോഗ്രാഫറാ. ആ പരിപാടി തുടങ്ങണ്ടേ? ആ ചേട്ടനൊന്ന് മാറ്റിയേ. ആ ചേട്ടന്റെ കളർ ശരിയല്ല. ആ മെറൂൺ ഫെലോ. മെറൂൺ ഫെലോ എന്ന് ഉദ്ദേശിച്ച ജയനെ മനസ്സിലായില്ലേ? അത് പെണ്ണിന്റെ അമ്മാവനല്ലേ? അല്ല അത് സാരമില്ല. സൽമാൻ ചേട്ടൻ പറഞ്ഞോളൂ കേട്ടോ കേട്ടോ പ്ലീസ്. ആ പയ്യൻ കരുതേ. മഞ്ഞയാണോ? അവൻ യെല്ലോ ഫെലോ. ഒന്ന് മാറ്റി. എന്റെ മോനാ സുമേഷ്. അവനെ മുറച്ചെറുക്കനാ പെണ്ണിന്റെ. മോനിട്ടോടാ. ആ മാലയിലൊന്ന് എടാ മോനെ ഈ കടിച്ചടക്കുന്നുണ്ട്. ഇനി ആ ബൊക്കെ മേടിച്ചോ കയ്യിലേക്ക് കൊടുത്ത് ഒരു ഷെയ്ക്കാനും കൊടുത്ത്. മൂന്നിനും വല്ല കൊടുത്തുണ്ടോ? മൂന്നിനും ഇല്ല ഒന്നുമില്ല. ആ അപ്പൊ എല്ലാവർക്കും നടക്കാം പോരെ. നരപ്പൻ അഹങ്കാരി. ആന്റി വാ. എല്ലാവരും കൊടുക്കുന്നു. വീട്ടിൽ തടയുന്നു പോരെ. മണ്ടപം സുമാരല്ല. പിന്നെ നമുക്കൊന്ന് ചിരിച്ചോണ്ടിരിക്കാൻ വയ്യ മനുഷ്യ. ഓന്ത എങ്ങനെ ഇരിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട് പറയിക്കാൻ കല്യാണമായിട്ട്. മുണ്ടൊന്ന് നേരിട്ടോ. കസവ് നേരിട്ടോ. എന്നെ നോക്കണ്ട ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആൽബത്തിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ പ്രാവശ്യം ക്യാമറ ലുക്ക്. മതി ഇല്ല താനിപ്പോ എടുക്കണ്ട. സൽമാൻ ചേട്ടൻ എടുക്കും കേട്ടോ. ഓക്കെ സഞ്ജേട്ടാ. ഇവിടെ ഫോട്ടോ ഫോട്ടോ കിട്ടിയില്ലേ? വന്നപ്പോൾ ഭയങ്കര ഷോണുള്ള പോയി. അതിനെ പൂച്ചിങ്ങനെ നമുക്ക് തന്നെ വിഷമം വന്നിട്ടേ സാറില്ല.